ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മുടെ 2026 ഓണം ക്ലാഷുകളായ രണ്ട് പടങ്ങൾ ഖലീഫ, ബെത്ലഹേം, കുടുംബ യൂണിറ്റ് എന്നീ പടങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയാണ് നമ്മൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഫാമിലി ഓഡിയൻസിനൊക്കെ അടിച്ചു കയറാൻ ചാൻസ് ഉള്ള കുറേ പ്രതീക്ഷകൾ നൽകിയ പടം നമ്മുടെ ഗിരീഷ് ഷെഡിയുടെ പടം. എനിക്ക് തോന്നുന്നു പ്രേമലു എന്നുള്ള ശേഷമുള്ള നമ്മുടെ ഗിരീഷ് ഏട്ടനും നമ്മുടെ നിവിനേട്ടനും കൂടിയും കോമ്പോയിൽ വന്നൊരു കുടുംബ ചിത്രം. അപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആസ് യൂഷ്വൽ നിവിൻ പോളി, പിന്നെ മമിത ബൈജു, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, സുരേഷ് കൃഷ്ണ, സംഗീത് പ്രതാപ്, പിന്നെ ശ്യാം മോഹൻ തുടങ്ങിയവരെല്ലാവരും കൂടിയും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നൊരു സിനിമ. ആസ് യൂഷ്വൽ ഈ ഒരു സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് പടമായിരുന്നു. ഈ ഒരു പടം കാണുമ്പോൾ ഫാമിലി ഓഡിയൻസിനൊക്കെ എന്തായാലും ഡൈജസ്റ്റാണ് പടമാണ്, അത് ഉറപ്പാണ്. ഈ പടത്തിൽ കുറേ അധികം ചിരിക്കാനുള്ള എലമെൻറ്റ്സ് ഉണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള എലമെൻറ്റ്സും ഉണ്ട്. കൂടുതൽ ഇമോഷണൽ എലമെൻറ്റ്സ് വരുന്നത് നമ്മുടെ ക്ലൈമാക്സ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഭാഗത്തൊക്കെയാണ് ഇമോഷണൽ സീക്വൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ നിവിൻ പോളി താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ എബ്രോഡിൽ നിന്നും പഠിപ്പോ എന്തൊക്കെയോ കഴിച്ചിട്ട് നമ്മുടെ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു മമിത ബൈജു എന്നൊരു കഥാപാത്രം. അപ്പോൾ അവർ രണ്ടുപേരും താമസിക്കുന്ന യൂണിറ്റ് ആകണം ബെത്ലഹേം കുടുംബ യൂണിറ്റ്, ഒരു കുടുംബ ചിത്രം, ഒരു കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഈ വിശ്വനാഥൻ സൺസ്, നമ്മുടെ സൂര്യയോടൊപ്പം മമിത ഈ ഒരു പടത്തിന് മുമ്പ് അഭിനയിച്ച പടമായ വിശ്വനാഥൻ സൺസിൽ സൂര്യയും മമിതയും കൂടി ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് സൂര്യയുടെയും മമിതയുടെയും ആ ഒരു ഏജ് ഗ്യാപ്പാണ്. ആ ഒരു സെയിം സംഭവം തന്നെ ഈ ഒരു പടത്തിൽ വരുന്നുണ്ട്. നിവിൻ പോളിയും മമിതയും കൂടി ഒന്നിക്കാൻ നോക്കുമ്പോൾ നിവിൻ പോളിയിലും മമിതയിലും ഒരു ഏജ് ഗ്യാപ്പും ഇതിലും പ്രശ്നമായി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചില കോമഡികൾ ചിലപ്പോൾ നമുക്ക് വർക്കായില്ലെന്ന് വരാം, പക്ഷേ കോമഡികൾ ചില കൂടി നമുക്ക് വർക്കായെന്ന് വരാം. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാര്യമാണ്, എല്ലാവർക്കും തോന്നിയെന്ന് അറിയില്ല, നമ്മൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ മ്യൂസിക്സ്, പ്രത്യേകിച്ച് ഇതിൻ്റെ മ്യൂസിക്സിൽ നമുക്ക് പ്രേമലു സിനിമയിൽ ഒരു ടച്ചൊക്കെ ഇടയ്ക്ക് ഈ സിനിമയിൽ പലയിടത്തും ഫീൽ ചെയ്തു. കാരണം പ്രേമലു സിനിമയത്തെ ഏതാണ്ട് ഒരു കാസ്റ്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, ബെത്ലഹേം കുടുംബ സിനിമയിൽ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രേമലുവിൻ്റെ ഒരു ടച്ചും ആ ഒരു പ്രേമലുവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബേസിക് ഒരു സംഭവം നമുക്ക് ഈ ഒരു പടത്തിൽ ചെയ്യുന്ന ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ നോക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ചെയ്തിരിക്കുന്നത് ഭാവന സ്റ്റുഡിയോസ്, ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ. പിന്നെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, അന്നേരം ഒരിക്കൽ കൂടി പറയുന്നതാണ്, ഗിരീഷ് ഏടി സംവിധായകൻ. അപ്പോൾ ഗിരീഷ് ഏടിയും നിവിൻ പോളിയും കോമ്പലാന്നൊരു അടിപൊളി ചിത്രം. എന്തായാലും ഒരു സിനിമ കൂടുതലായിട്ടും ആകർഷിക്കുന്നത് ജെൻസി 2K യൂത്ത് ഓഡിയൻസിനാണ്. അത്യാവശ്യം ചിരിക്കാനുള്ള നല്ല എലമെൻറ്റ്സും ഈ ഒരു പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പം ഈ ഒരു പടത്തിൽ തന്നെ നിവിൻ പോളിയും പിന്നെ മമിതയും അവരാണല്ലോ പ്രേമിക്കുന്നത്, അവരാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അവരുടെ സ്നേഹം അറിഞ്ഞിട്ട് അവർ രണ്ടുപേരും വീട്ടിൽ അലമ്പായി. പിന്നെ അതുകൊണ്ട് നടക്കുന്ന വീട്ടുകാരും ആങ്ങളമാരും കൂടി നടക്കുന്ന ഓരോ കോപ്രായങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളും വഴക്കുകളും നമുക്ക് കാണാം. അതൊക്കെ നമുക്കൊരു നല്ല കോമഡി എൻ്റർടൈൻമെൻറ്റ് തന്നെ ഫീൽ ചെയ്ത് പടം കൊണ്ടുപോയിട്ടുണ്ട്, രസകരമായിട്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിന് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് പോയി കണ്ട് ചിരിക്കാനും പിന്നെ അതിൻ്റേതായ ഇമോഷണൽ സീക്വൻസ് ഉണ്ട്, അതെല്ലാം ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു ഫീൽ ഗുഡ് പടം തന്നെയാണ് ഈ ഒരു ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ളത്. ഈ ഒരു പടത്തിലൊരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു പടത്തിൽ പലയിടങ്ങളിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ലാഗൊക്കെ വരുന്നതായിട്ട് ഫേസ് ചെയ്തു. അത്യാവശ്യം വലിച്ചു നീട്ടിയപ്പോൾ ലാഗ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നുന്നൊരു ഡിസപ്പോയിൻമെൻറ്റേ ഉള്ളൂ. വേറെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതിൻ്റെ ഒരു തമാശ ആയിക്കോട്ടെ എല്ലാം വർക്കാവുന്ന തമാശകളാണ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇമോഷണൽ ആയിക്കോട്ടെ അതെല്ലാം വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലത്തെ ഇമോഷൻസൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കാണാൻ പറ്റും. അവർ തമ്മിലുള്ള എന്താ പറയുക, ഒരു എൻജോയ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് വൈബും എല്ലാം തന്നെ നല്ലൊരു അടിപൊളി തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു നിവിൻ പോളി, ഗിരീഷ് ഷെഡി അവർ രണ്ടുപേരും കോംബോ തീർച്ചയായും ഒരു മികച്ച കോംബോ തന്നെയാണ്. എന്താ പറയുക, നല്ലൊരു സിനിമയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴത്ത് കമൻറ്റായി പറയാം. അപ്പോൾ ആര് ഓണം തോക്കും, ഖലീഫ ഇറങ്ങിയിട്ടുണ്ട് എന്നല്ല തന്നെ ഇപ്പോൾ ഇന്ന് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ IM ഗെയിമും ഖലീഫയായിട്ട് വെച്ചതാണ് ക്ലാഷ്. പക്ഷേ ഖലീഫയിൽ നിന്ന് എന്താ പറയുക ഒഴിഞ്ഞു പോയി അവർ പ്രൊഡക്ഷൻ വർക്കുകളും അങ്ങനെ കുറേ വർക്കുകളും കാര്യങ്ങളുള്ളതുകൊണ്ട് സെപ്റ്റംബർ 3-ാം തീയതിക്കായി. അപ്പോൾ മെയിനായിട്ടുള്ള രണ്ട് ഓണപ്പടങ്ങൾ ബെത്ലഹേം കുടുംബ യൂണിറ്റും പിന്നെ ഖലീഫയായിരുന്നു. അപ്പോൾ രണ്ടിൽ ഏത് പടമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.